നമസ്കാരം. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്ര ഭാഗത്ത് ഇത് നമ്മുടെ 11ാമത്തെ ക്ലാസ്സാണ്. ഇതിനു മുമ്പുള്ള ക്ലാസ്സുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. കണ്ടിട്ടില്ലെങ്കിൽ അതുകൂടി കാണുക. അതുപോലെ ആസ്ഥ അക്കാഡമിയുടെ ഓൺലൈൻ കോഴ്സുകളിൽ പങ്കെടുക്കുന്നതിനും ഞങ്ങളുടെ മറ്റ് സേവനങ്ങൾക്കുമായി ആസ്ഥ അക്കാഡമി കേരള എന്ന ഞങ്ങളുടെ ലേണിംഗ് ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. അതുപോലെ ഇവിടെ നടക്കുന്ന ക്ലാസ്സുകളുടെ PDF നോട്ട്സിനായിട്ട് ഞങ്ങളുടെ ടെലഗ്രാം ചാനൽ കൂടി അംഗമാവുക. ഞാൻ അജിത് സുമേരു. ഏവർക്കും ആസ്ഥ അക്കാഡമിയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ 930 ഗാന്ധിജി ദേശീയ തലത്തിൽ നിയമലംഘന പ്രസ്ഥാനത്തിന് രൂപം കൊടുത്തു എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കി. അതോടൊപ്പം തന്നെ 930, 31, 32 വർഷങ്ങളിലായിട്ട് 1, 2, 3 വട്ടമേശ സമ്മേളനങ്ങൾ നടന്നു എന്നുമൊക്കെ നമ്മൾ മനസ്സിലാക്കി. ഇന്നത്തെ ക്ലാസ്സിൽ അതിനുശേഷമുള്ള കാര്യങ്ങളാണ് സ്വാതന്ത്ര്യ സമര ചരിത്ര ഭാഗത്ത് പഠിക്കാനുള്ളത്. ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് 932 ഒരു സംഘടന സ്ഥാപിക്കപ്പെട്ടു. അതിൽ നിന്ന് തുടങ്ങാം. 1932 സ്ഥാപിക്കപ്പെട്ട ഒരു സംഘടനയാണ് ഹരിജൻ സേവക് സംഘ്. ഹരിജൻ സേവക് സംഘ് എന്ന് പറയുന്ന ഒരു സംഘടന 932 സ്ഥാപിച്ചു. വളരെ പ്രധാനപ്പെട്ട ഒരു സംഘടനയാണ്. പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യത വളരെ കൂടുതലുള്ള ഒരു സംഘടനയാണ്. കാരണം ഇത് സ്ഥാപിച്ചത് ആരാണ് എന്നുള്ളതാണ്. ഇത് സ്ഥാപിച്ചത് മഹാത്മാഗാന്ധിയാണ്. 1932 ഹരിജൻ സേവക് സംഘ് എന്ന സംഘടന സ്ഥാപിച്ചത് മഹാത്മാഗാന്ധിയാണ്. വേറൊരു പേരിൽ കൂടി ഈ സംഘടന അറിയപ്പെടും, ആൾ ഇന്ത്യ ആന്റി അൺടച്ചബിലിറ്റി ലീഗ്. ആൾ ഇന്ത്യ ആന്റി അൺടച്ചബിലിറ്റി ലീഗ് 932 സ്ഥാപിച്ചതാര്, അല്ലെങ്കിൽ ഹരിജൻ സേവക് സംഘ് 932 സ്ഥാപിച്ചതാരെന്ന് ചോദിച്ചാൽ മഹാത്മാഗാന്ധിയാണ്. നമ്മൾ കുറച്ച് ക്ലാസ്സുകൾക്ക് മുമ്പ് പഠിച്ച കാര്യമാണ് മഹാത്മാഗാന്ധി ഇന്ത്യയിൽ ആരംഭിച്ച പത്രങ്ങൾ. അതിൽ ആദ്യത്തെ പത്രമാണ് യങ് ഇന്ത്യ എന്ന് പഠിച്ചിട്ടുണ്ട്. ആ യങ് ഇന്ത്യ എന്ന പത്രം ഇംഗ്ലീഷ് ഭാഷയിലാണ് പ്രസിദ്ധീകരിച്ചിരുന്നതെന്ന് പഠിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഗുജറാത്തി ഭാഷയിൽ ഗാന്ധിജി മറ്റൊരു പത്രം ആരംഭിച്ചു, നവജീവൻ എന്ന് പഠിച്ചിട്ടുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ പഠിച്ച ഒരു പത്രമുണ്ട് ഹരിജൻ. 1933 ഗാന്ധിജി ഹരിജൻ എന്ന പത്രം ആരംഭിച്ചതെന്ന് പഠിച്ചു അല്ലെ. അത് പഠിക്കുന്ന സമയത്ത് പറഞ്ഞതാണ്. അതുമായി ബന്ധപ്പെട്ട കാര്യം പിന്നീട് നമുക്കൊരു ക്ലാസ്സിൽ പറയാം എന്ന് പറഞ്ഞിരുന്നു. ഹരിജൻ സേവക് സംഘ് എന്ന ആ സംഘടനയുടെ ലക്ഷ്യങ്ങൾ ജനങ്ങളിലോട്ട് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടാണ്, ആശയങ്ങൾ എത്തിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഹരിജൻ എന്ന പത്രത്തിന് ഗാന്ധിജി രൂപം കൊടുത്തത് 933. ഈ പത്രം ഇംഗ്ലീഷ്, ഹിന്ദി ഭാഷകളിലായിട്ട് പ്രസിദ്ധീകരിച്ചിരുന്ന ഒരു പത്രമാണ്. അപ്പോൾ ആ കാര്യം അവിടെ മനസ്സിലാക്കണം. അതുപോലെ ഹരിജൻ എന്നുള്ള വാക്ക്, ഹരിജൻ എന്നുള്ള വാക്ക് നമുക്കറിയാം. ഹരി എന്ന് പറഞ്ഞാൽ ദൈവം, ജൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനം. അതായത് ദൈവത്തിൻ്റെ മക്കൾ, ദൈവത്തിൻ്റെ ജനങ്ങൾ എന്നുള്ള അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന വാക്കാണ് ഹരിജൻ. അങ്ങനെ ഇന്ത്യയിലെ അധസ്ഥിത വിഭാഗക്കാരെ വിശേഷിപ്പിച്ചതാര് എന്ന് ചോദിച്ചാൽ മഹാത്മാഗാന്ധിയാണ്. ഹരിജൻ എന്നുള്ള പദം അധസ്ഥിത വിഭാഗക്കാരെ വിശേഷിപ്പിക്കുന്നതിന് ആദ്യം ഉപയോഗിച്ചത് ആരാണ്? മഹാത്മാഗാന്ധിയാണ് അല്ലെ. അതുപോലെ അധസ്ഥിത വിഭാഗക്കാരുമായി ബന്ധപ്പെട്ട് വേറൊരു പദം കൂടി ഉപയോഗിക്കാറുണ്ട്, ദളിത് എന്നുള്ള പദം ഉപയോഗിക്കാറുണ്ട്. അധസ്ഥിത വിഭാഗക്കാരെ വിശേഷിപ്പിക്കാനായിട്ട് ദളിത് എന്നുള്ള പദം ഉപയോഗിക്കാറുണ്ട്. ദളിത് എന്ന് പറയുന്ന പദം സംസ്കൃത ഭാഷയിലുള്ളതാണ്. ദളിത് എന്നുള്ള വിശേഷണം ആദ്യമായിട്ട് അധസ്ഥിത വിഭാഗക്കാരെ സൂചിപ്പിക്കാൻ വേണ്ടി ഉപയോഗിച്ചത് ആര് എന്ന് ചോദിച്ചാൽ അത് മഹാത്മാ ജ്യോതിബാ ഫുലെ എന്ന് പറയുന്ന സാമൂഹിക പരിഷ്കർത്താവാണ്. മഹാത്മാ ജ്യോതിബാ ഫുലെ ഓർത്തു വെക്കണം. ദളിത് എന്നുള്ള വാക്ക് ആദ്യം അധസ്ഥിത വിഭാഗക്കാരെ വിശേഷിപ്പിക്കാൻ ഉപയോഗിച്ചത് ആരാണ്? മഹാത്മാ ജ്യോതിബാ ഫുലെ. മഹാത്മാ ജ്യോതിബാ ഫുലെ എന്ന് പറയുന്നത് ഇന്ത്യയിലെ അറിയപ്പെടുന്ന ഒരു സാമൂഹിക പരിഷ്കർത്താവാണ്. അദ്ദേഹത്തെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ നമുക്ക് പഠിക്കേണ്ടതുണ്ട്. അത് ഇന്ത്യൻ നവോത്ഥാനം എന്നുള്ള ഭാഗത്ത് നമ്മൾ പഠിക്കും. അതുകൊണ്ട് കൂടുതൽ കാര്യങ്ങൾ ഇപ്പോൾ പറയുന്നില്ല. ദളിത് എന്നുള്ള വാക്ക് ആദ്യം ഉപയോഗിച്ചത് മഹാത്മാ ജ്യോതിബാ ഫുലെയാണ്. അതുപോലെ നമുക്കറിയാം ഷെഡ്യൂൾഡ് കാസ്റ്റ് അല്ലെങ്കിൽ പട്ടികജാതിക്കാർ അല്ലെ, പട്ടികജാതി, പട്ടികവർഗ എന്നുള്ള വാക്കൊക്കെ നമ്മൾ ഏതിൽ കണ്ടിട്ടുണ്ട്? നമ്മുടെ പുസ്തകങ്ങൾ
ഗ്രന്ഥങ്ങളിലും അതുപോലെ തന്നെ നിയമങ്ങളിലും ഒക്കെ ആയിട്ട് കണ്ടിട്ടുണ്ട്. ഷെഡ്യൂൾഡ് കാസ്റ്റ്, പട്ടികജാതിക്കാർ എന്നുള്ള വിശേഷണം അധസ്ഥിത വിഭാഗക്കാർക്ക് വേണ്ടിയിട്ട് ആദ്യം ഉപയോഗിക്കുന്നത് സൈമൺ കമ്മീഷനാണ്. അധസ്ഥിത വിഭാഗക്കാർക്ക് അവരെ സൂചിപ്പിക്കാൻ ഷെഡ്യൂൾഡ് കാസ്റ്റ് എന്നുള്ള പദം ആദ്യമായിട്ട് ഉപയോഗിക്കുന്നത് സൈമൺ കമ്മീഷനാണെന്ന് മനസ്സിലാക്കി വെക്കുക. പിന്നീട് 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിലും അധസ്ഥിത വിഭാഗക്കാരുമായി ബന്ധപ്പെട്ട് ഉപയോഗിച്ചിരിക്കുന്ന ടേം ഏതാണ്? ഷെഡ്യൂൾഡ് കാസ്റ്റ് എന്നുള്ളതാണ്. അപ്പോൾ ഹരിജൻ, ദളിത്, ഷെഡ്യൂൾഡ് കാസ്റ്റ്, ഈ വാക്കുകൾ, ഈ പദങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊന്ന് മനസ്സിലാക്കി വയ്ക്കുക. ഇനി അത് കഴിഞ്ഞിട്ട് ഹരിജൻ സേവക് സംഘ് രൂപീകരിക്കപ്പെടുന്നത് 1932 1932 ഗാന്ധിജി ഹരിജൻ സേവക് സംഘ് രൂപീകരിക്കാനുള്ള രാഷ്ട്രീയ പശ്ചാത്തലം എന്താണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാവണം. അത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞതാണ്. 1932 കമ്മ്യൂണൽ അവാർഡ് പ്രഖ്യാപനം ഉണ്ടാവുന്നത്. അതായത് അധസ്ഥിത വിഭാഗക്കാർക്ക് പ്രത്യേകം ഇലക്ട്രേറ്റുകൾ പ്രഖ്യാപിച്ചു. ആര്? അന്നത്തെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി റാംസെ മക്ഡൊണാൾഡ്, അല്ലെ? അതുമായി ബന്ധപ്പെട്ടാണ് ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ മരണം വരെയുള്ള നിരാഹാര സമരം നടക്കുന്നത് എർവാദ ജയിലിൽ. അത് ഒത്തുതീർപ്പായി 1932 ഗാന്ധിജിയും അംബേദ്കറും തമ്മിലുള്ള സന്ധി പ്രകാരം. അതാണ് പൂന ഉടമ്പടി എന്ന് പറഞ്ഞത്. അപ്പൊ അങ്ങനെ ഒരു പശ്ചാത്തലത്തിലാണ് ഗാന്ധിജി അധസ്ഥിത വിഭാഗക്കാർക്ക് വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ഒരു സംഘടന ആരംഭിച്ചത്, ഹരിജൻ സേവക് സംഘ്. നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യമാണ്, കേരള ചരിത്ര ഭാഗത്ത് വിശദമായിട്ട് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. ഗാന്ധിജിയുടെ 4ാം കേരള സന്ദർശനം. ഗാന്ധിജി 5 തവണ കേരളം സന്ദർശിച്ചിട്ടുണ്ട്. അതിൽ 4ാമത്തെ കേരള സന്ദർശനം 1934 1934 ഗാന്ധിജി കേരളം സന്ദർശിക്കുന്നത് ഹരിജന ഫണ്ടുമായി ബന്ധപ്പെട്ടാണ്. ഹരിജനങ്ങൾക്ക് വേണ്ടി പ്രത്യേകിച്ച് ഫണ്ട് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടായിരുന്നു ഗാന്ധിജിയുടെ 4ാം കേരള സന്ദർശനം. ആ 4ാം കേരള സന്ദർശനത്തിൽ വടകരയിൽ വെച്ചിട്ടൊരു പൊതുയോഗം ഉണ്ടായിരുന്നു. ആ പൊതുയോഗത്തിലാണ് നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കിയത്. കൗമുദി എന്ന് പറയുന്ന ഒരു പെൺകുട്ടി അവളുടെ ആഭരണങ്ങളെല്ലാം ഗാന്ധിജിക്ക് കൊടുത്ത ഒരു സംഭവം. അപ്പോൾ ഗാന്ധിജി ഇങ്ങനെ പറഞ്ഞു, നിന്റെ ത്യാഗത്തിന് നീ ത്യജിച്ച ആഭരണങ്ങളെക്കാൾ മൂല്യമുണ്ട്, നിന്റെ ത്യാഗത്തിന് നീ ത്യജിച്ച ആഭരണങ്ങളെക്കാൾ മൂല്യമുണ്ട് എന്നൊക്കെ പറഞ്ഞ ഒരു കാര്യം നമ്മൾ പഠിച്ചതാണ്. അത് ഏത് കാര്യത്തിലാണ്? 1934 ഗാന്ധിജി 4ാമത് കേരളം സന്ദർശിക്കുമ്പോൾ വടകര സമ്മേളനത്തിൽ വച്ചിട്ടാണ്. ആ കൊച്ചിൻ്റെ പേര് ശ്രദ്ധിച്ചു വയ്ക്കുക, കൗമുദി എന്നുള്ളതാണ് പേര്. അത് കേരള ചരിത്രം പഠിച്ച സമയത്ത് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുള്ളത് കൊണ്ട് ഇവിടെ അത് കൂടുതലായിട്ട് പറയുന്നില്ല. അപ്പോൾ ആ സംഭവം കൂടി ഹരിജൻ സേവക് സംഘുമായിട്ട് ബന്ധപ്പെട്ട് ഓർത്തു വയ്ക്കുക. ഇനി ഹരിജൻ സേവക് സംഘ് എന്ന് പറയുന്ന ഒരു സംഘടനയെ കുറിച്ച് പറയുമ്പോൾ അതുപോലെ വേറൊരു സംഘടനയുണ്ട്, ബഹിഷ്കൃത ഹിതകാരിണി സഭ. ഹരിജനങ്ങൾക്ക് വേണ്ടിയുള്ള അധസ്ഥിത വിഭാഗക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു സംഘടനയാണ് ബഹിഷ്കൃത ഹിതകാരിണി സഭ. ബഹിഷ്കൃത ഹിതകാരിണി സഭ എന്ന് പറയുന്ന സംഘടന സ്ഥാപിക്കപ്പെടുന്നത് ബോംബെയിലാണ്. ബഹിഷ്കൃത ഹിതകാരിണി സഭ സ്ഥാപിച്ചതാരെന്ന് ചോദിച്ചാൽ ഡോക്ടർ BR അംബേദ്കർ ആണ്. ബഹിഷ്കൃത ഹിതകാരിണി സഭ സ്ഥാപിച്ചതാര് ഒരുപാട് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. അത് ഡോക്ടർ BR അംബേദ്കർ ആണ്. അതുപോലെ തന്നെ ബഹിഷ്കൃത ഭാരത്, മൂക നായക് എന്നീ പ്രസിദ്ധീകരണങ്ങൾ ആരംഭിച്ചതാര് എന്ന് ചോദിച്ചാലും അത് ഡോക്ടർ BR അംബേദ്കർ ആണ്. ഇത് 1920-24 കാലഘട്ടത്തിലാണ് ഈ പറഞ്ഞ പ്രസിദ്ധീകരണങ്ങൾ വരുന്നത്. വർഷം പ്രധാനമല്ല. ബഹിഷ്കൃത ഭാരത്, മൂക നായക് എന്നീ പ്രസിദ്ധീകരണങ്ങൾ ആരംഭിച്ചതാരെന്ന് ചോദിച്ചാൽ അത് ഡോക്ടർ BR അംബേദ്കർ ആണ്. അദ്ദേഹം അധസ്ഥിതർക്ക് വേണ്ടി സ്ഥാപിച്ച ഒരു സംഘടനയാണ് ബഹിഷ്കൃത ഹിതകാരിണി സഭ എന്നുള്ളത് കൂടി ഈ ഭാഗത്ത് ഓർത്തു വയ്ക്കുക. നമ്മൾ 1930കളിലാണ് നിൽക്കുന്നത്. 1934 ഇനി വരേണ്ടത്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം അപ്പോൾ നടന്നു. കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി സ്ഥാപിക്കപ്പെടുന്നു. കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി സ്ഥാപിച്ചതാരെന്ന് ചോദിച്ചാൽ വളരെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിത്വമാണ് അദ്ദേഹം, ജയപ്രകാശ് നാരായൺ. അപ്പോൾ കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി 1934 സ്ഥാപിച്ചതാരെന്ന് ചോദിച്ചാൽ ജയപ്രകാശ് നാരായണനാണ്, അല്ലെ? ലോകനായക് എന്നറിയപ്പെടുന്നത് ആര്? അല്ലെ, ലോകമാന്യ എന്നറിയപ്പെടുന്നത് ബാലഗംഗാധര തിലകാണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതേസമയം ലോകനായക് എന്നറിയപ്പെടുന്ന ആരെന്ന് ചോദിച്ചാൽ ജയപ്രകാശ് നാരായണനാണ്. ജയപ്രകാശ് നാരായണുമായിട്ടും ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പോൾ 1934
1934 കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി സ്ഥാപിച്ചത് ജയപ്രകാശ് നാരായണനാണ്. അദ്ദേഹം ലോക് നായക് എന്ന് അറിയപ്പെടുന്നു. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ കാര്യം പറയുമ്പോൾ എപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒരു കാര്യം കൂടിയാണ്, സർവോദയ പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവാര്. സർവോദയ പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവാരം ചോദിച്ചാലും ജയപ്രകാശ് നാരായണനാണ്. അതുപോലെ സമ്പൂർണ്ണ വിപ്ലവം അതായത് ടോട്ടൽ റെവല്യൂഷൻ എന്ന ആശയത്തിന്റെ ഉപജ്ഞാതാവാര് എന്ന് ചോദിച്ചാലും അത് ജയപ്രകാശ് നാരായണനാണ്. അപ്പോൾ സർവോദയ പ്രസ്ഥാനം, അതുപോലെ സമ്പൂർണ്ണ വിപ്ലവം എന്നിങ്ങനെയുള്ള ആശയങ്ങൾ അല്ലെങ്കിൽ എന്നിങ്ങനെയുള്ള മൂവ്മെന്റുകൾക്ക് പിന്നിൽ ആരാണ് എന്ന് ചോദിച്ചാൽ ജയപ്രകാശ് നാരായണനാണ്. അപ്പോൾ ജയപ്രകാശ് നാരായൺ 1934 ആരംഭിച്ച പാർട്ടിയാണ് കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി, അല്ലെ? 1923 ജനുവരി 1 ഏത് പാർട്ടി സ്ഥാപിച്ചതെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതാണ് സ്വരാജ് പാർട്ടി, അല്ലെ? മോത്തിലാൽ നെഹ്റുവും അതുപോലെ CR ദാസും ചേർന്ന് രൂപീകരിച്ച പാർട്ടിയാണെന്ന് പഠിച്ചിട്ടുണ്ട്. അതുപോലെ 1916 മദ്രാസിൽ, തമിഴ്നാട്ടില് ജസ്റ്റിസ് പാർട്ടി സ്ഥാപിച്ചത് ഡോക്ടർ നടേശ മുതലിയാർ ആണെന്ന് പഠിച്ചിട്ടുണ്ട്. അതുപോലെ 1920 AITUC സ്ഥാപിച്ചത് ലാലാ ലജ്പത് റായ് ആണെന്ന് പഠിച്ചിട്ടുണ്ട്. അതുപോലെ സ്വതന്ത്ര പാർട്ടി സ്ഥാപിച്ചത് C രാജഗോപാലാചാര്യാണ്. അത് സ്വാതന്ത്ര്യത്തിന് ശേഷമാണ് എന്നുള്ള കാര്യവും പഠിച്ചിട്ടുണ്ട്. അതുപോലെ ഇപ്പോൾ ഒരു പാർട്ടിയെ കുറിച്ച് കൂടി പഠിക്കുന്നു, കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി 1934 ജയപ്രകാശ് നാരായൺ, അല്ലെ? നമ്മൾ പറഞ്ഞു സർവോദയ പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവാണ് ജയപ്രകാശ് നാരായൺ. പക്ഷെ സർവോദയ എന്ന വാക്ക് ആദ്യം ഉപയോഗിക്കുന്നത് ആരും ചോദിച്ചാല് മഹാത്മാഗാന്ധിയാണ്. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്, ഗാന്ധിജിയെ ഏറെ സ്വാധീനിച്ച പുസ്തകമാണ് ജോൺ റസ്കിന്റെ അൺ ടു ദി ലാസ്റ്റ് എന്ന് പറയുന്ന പുസ്തകം. ആ ജോൺ റസ്കിന്റെ അൺ ടു ദി ലാസ്റ്റ് എന്ന് പറയുന്ന പുസ്തകത്തിന്റെ വിവർത്തനം ഗാന്ധിജി ചെയ്തിട്ടുണ്ട്, അത് പരിഭാഷപ്പെടുത്തിയിട്ടുണ്ട്. ആ വിവർത്തനത്തിന് ശീർഷകമായി ഉപയോഗിച്ച വാചകം ഏതാണ്? തലക്കെട്ടായി ഉപയോഗിച്ച വാചകം ഏതാണ്? സർവോദയ എന്നുള്ള വാക്ക് ആദ്യം ഉപയോഗിക്കുന്നത് മഹാത്മാഗാന്ധിയാണ്. പക്ഷെ സർവോദയ പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവാരം ചോദിച്ചാൽ അത് ജയപ്രകാശ് നാരായണനാണ്. ജയപ്രകാശ് നാരായണനുമായി ബന്ധപ്പെട്ട് പരീക്ഷകൾക്ക് കൂടുതൽ തവണ ചോദിച്ച മറ്റൊരു ചോദ്യമുണ്ട്. അദ്ദേഹത്തിന്റെ ആത്മകഥ, പ്രിസൺ ഡയറി, ജയിൽ ഡയറി ആരുടെ ആത്മകഥയാണെന്ന് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. ജയപ്രകാശ് നാരായണന്റെ ആത്മകഥയാണ് പ്രിസൺ ഡയറി. ജയപ്രകാശ് നാരായൺ എന്ന് പറയുന്നത് ബീഹാർ സ്വദേശിയാണ്. ബീഹാറിന്റെ തലസ്ഥാനമാണ് പാറ്റ്ന. പാറ്റ്നയിലെ വിമാനത്താവളത്തിന് ജയപ്രകാശ് നാരായണന്റെ പേരാണ് നൽകിയിരിക്കുന്നത്. പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്, ജയപ്രകാശ് നാരായൺ വിമാനത്താവളം എവിടെയാണ്? പരീക്ഷ സിലബസില് ഗതാഗതം എന്ന് പറയുന്ന ഒരു ടോപ്പിക് ഉണ്ട്, ആ ഭാഗത്ത് ചിലപ്പോൾ അങ്ങനെ ഒരു ചോദ്യം പ്രതീക്ഷിക്കാം. ജയപ്രകാശ് നാരായൺ വിമാനത്താവളം എവിടെയാണെന്ന് ചോദിച്ചാൽ അത് പാറ്റ്നയാണ്. അപ്പോൾ 1934 കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി ജയപ്രകാശ് നാരായൺ സ്ഥാപിക്കുന്നത് എന്ന് മനസ്സിലാക്കുക. ഇനി 1934 കാര്യം പറയുമ്പോൾ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യത്തിലോട്ട് നമുക്ക് വരണം. 1934 വളരെ പ്രസിദ്ധനായിട്ടുള്ള ഒരു വിപ്ലവകാരി മരണപ്പെടുന്നത്. വിദേശത്ത് വെച്ചാണ് മരിക്കുന്നത്, ജർമ്മനിയിൽ വെച്ചാണ് മരിക്കുന്നത്. ആരാണ് ആ വിപ്ലവകാരി? ഇന്ത്യക്ക് പുറത്ത് ജർമ്മനിയിൽ നിന്നുകൊണ്ട് ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടൊക്കെ പ്രയത്നിച്ച ഒരു വിപ്ലവകാരിയാണ്. തിരുവനന്തപുരത്ത് ഒരു തമിഴ് കുടുംബത്തിൽ ജനിച്ച വിപ്ലവകാരിയാണ്. ആ വിപ്ലവകാരിയുടെ പേരാണ് ചെമ്പകരാമൻ പിള്ള. ചെമ്പകരാമൻ പിള്ളയെ കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങളെല്ലാം കേരള ചരിത്രം പഠിക്കുന്ന സമയത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുക, 1934 ചെമ്പകരാമൻ പിള്ള എന്ത് ചെയ്യുന്നത്? മരിക്കുന്നത്. ചെമ്പകരാമൻ പിള്ള പരീക്ഷയ്ക്ക് എങ്ങനെ ചോദ്യമാവും? ജർമ്മനിയിലെ നാസി പാർട്ടിയിൽ അംഗമായിരുന്ന ഇന്ത്യൻ വിപ്ലവകാരി. ജർമ്മനിയിലെ നാസി പാർട്ടി എന്ന് പറഞ്ഞാൽ ഹിറ്റ്ലറുടെ പാർട്ടിയാണ്. ഹിറ്റ്ലറുടെ പാർട്ടിയിൽ അംഗമായിരുന്ന വിപ്ലവകാരി, ഇന്ത്യൻ വിപ്ലവകാരി ആരെന്ന് ചോദിച്ചാൽ ചെമ്പകരാമൻ പിള്ളയാണ്. പിന്നീട് ഹിറ്റ്ലറുമായിട്ട് തെറ്റുകയും പല പ്രശ്നങ്ങൾ അദ്ദേഹം അഭിമുഖീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ അതൊക്കെ വളരെ സംഭവബഹുലമായിട്ടുള്ള കാര്യങ്ങളാണ്. ആ കാര്യങ്ങളെല്ലാം കേരള ചരിത്ര ഭാഗത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 1934 മരണപ്പെട്ട വിപ്ലവകാരി ചെമ്പകരാമൻ പിള്ള ജർമ്മനിയിലെ നാസി പാർട്ടിയിൽ അംഗമായിരുന്നയാള് ആര്? ചെമ്പകരാമൻ പിള്ള. ചെമ്പകരാമൻ പിള്ളയുടെ കാര്യം പറയുമ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കാൻ കൊള്ളാവുന്ന മറ്റൊരു ചോദ്യമുണ്ട്.
1915 ചില വിപ്ലവകാരികൾ ചേർന്ന് ഇന്ത്യക്ക് പുറത്തെന്ന് പറയുമ്പോൾ ഇന്ത്യക്ക് പുറത്ത് കാബൂളിൽ ഒരു സർക്കാർ ഉണ്ടാക്കും. അതായത് ബ്രിട്ടീഷ് സർക്കാരിന് ബദലായിട്ട് ഇന്ത്യക്കാരുടെ ഒരു സർക്കാർ ഉണ്ടാക്കും. 1915 രൂപീകരിക്കപ്പെട്ട ആ സർക്കാരിനെ പറയുന്നത് സ്വതന്ത്ര ഭാരത സർക്കാരാണ്. അപ്പോൾ 1915 ഇന്ത്യക്ക് പുറത്തുള്ള വിപ്ലവകാരികൾ ചേർന്ന് ബ്രിട്ടീഷ് സർക്കാരിന് ബദലായിട്ട് ഒരു ഇന്ത്യൻ സർക്കാരിന് രൂപം കൊടുക്കും കാബൂളിൽ. അതറിയപ്പെടുന്നത് എന്താണ്? സ്വതന്ത്ര ഭാരത സർക്കാർ. അങ്ങനെ 1915 രൂപം കൊണ്ട സ്വതന്ത്ര ഭാരത സർക്കാരിൽ വിദേശകാര്യമന്ത്രിയായി പ്രവർത്തിച്ചത് ആര് എന്നൊരു ചോദ്യമുണ്ട്. അതാരാണ്? അത് ചെമ്പക രാമൻ പിള്ളയാണ്. അപ്പോൾ സ്വതന്ത്ര ഭാരത സർക്കാർ രൂപീകരിക്കപ്പെട്ടത് 1915 സ്വതന്ത്ര ഭാരത സർക്കാർ രൂപീകരിച്ചത് എവിടെയാണ്? കാബൂൾ ആസ്ഥാനമാക്കിയാണ്. സ്വതന്ത്ര ഭാരത സർക്കാർ രൂപീകരിച്ച വ്യക്തിത്വം അതിലോട്ട് വരാണെങ്കിൽ രാജാ മഹേന്ദ്ര പ്രതാപ് എന്ന് പറയുന്നയാളാണ് 1915 കാബൂൾ കേന്ദ്രമാക്കി വിപ്ലവകാരികൾക്ക് വേണ്ടിയിട്ട് സ്വതന്ത്ര ഭാരത സർക്കാർ ഉണ്ടാക്കിയത്. ആരാണ്? രാജാ മഹേന്ദ്ര പ്രതാപ്. രാജാ മഹേന്ദ്ര പ്രതാപ് തന്നെയായിരുന്നു സ്വതന്ത്ര ഭാരത സർക്കാരിന്റെ ആദ്യ സെക്രട്ടറിയും. അപ്പൊ രൂപീകരിച്ച ആരും ചോദിച്ചാൽ രാജാ മഹേന്ദ്ര പ്രതാപാണ്. ഈ സ്വതന്ത്ര ഭാരത സർക്കാരിന് ഒരു പ്രധാനമന്ത്രി സ്ഥാനമുണ്ടായിരുന്നു. ആ പ്രധാനമന്ത്രി ആരായിരുന്നു എന്നും പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. മൗലവി ബർക്കത്തുള്ള. അപ്പോൾ മനസ്സിലാക്കണം, 1915 ഇന്ത്യക്ക് പുറത്തുള്ള വിപ്ലവകാരികൾ ചേർന്ന് ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഗവൺമെന്റിന് ബദലായിട്ട് ഇന്ത്യക്കാർക്ക് വേണ്ടിയിട്ടൊരു സർക്കാർ ഉണ്ടാക്കി, സ്വതന്ത്ര ഭാരത സർക്കാർ. ആ സർക്കാർ രൂപീകരിക്കുന്നത് രാജാ മഹേന്ദ്ര പ്രതാപ്. അദ്ദേഹമാണ് ആ സർക്കാരിന്റെ ആദ്യ സെക്രട്ടറി. ആ സ്വതന്ത്ര ഭാരത സർക്കാരിന്റെ പ്രധാനമന്ത്രിയായിരുന്നു മൗലവി ബർക്കത്തുള്ള. ആ സർക്കാരിൽ വിദേശകാര്യ വകുപ്പ് കൈകാര്യം ചെയ്തത് ഈ വിപ്ലവകാരിയാണ്. ആര്? 1934 മരണപ്പെട്ട ചെമ്പകരാമൻ പിള്ളയാണ് എന്നുള്ളത് ഓർത്തു വയ്ക്കുക. അദ്ദേഹം നാസി പാർട്ടിയിൽ പ്രവർത്തിച്ചിരുന്ന ഒരാൾ കൂടി ആയിരുന്നു. ഇനി ചെമ്പകരാമൻ പിള്ളയുടെ കാര്യം പറയുമ്പോൾ ഉദ്യോഗാർത്ഥികൾക്ക് തെറ്റിപ്പോകുന്ന, തിരിഞ്ഞു പോകുന്ന വേറൊരു പേരുണ്ട്, VO ചിദംബരൻ പിള്ള. ചെമ്പകരാമൻ പിള്ള വേറൊരാളാണ്, VO ചിദംബരം പിള്ള വേറൊരാളാണ്. VO ചിദംബരം പിള്ള തമിഴ്നാട്ടുകാരനാണ്, വേറൊരാളാണ്. ഇവർ രണ്ടുപേരും ഒന്നല്ല. VO ചിദംബരം പിള്ള പരീക്ഷയ്ക്ക് ചോദ്യമാകാറുണ്ട്. എങ്ങനെയാണ്? സ്വദേശി സ്റ്റീം നാവിഗേഷൻ കമ്പനി സ്ഥാപിച്ച ദേശാഭിമാനിയാര്? സ്വദേശി സ്റ്റീം നാവിഗേഷൻ കമ്പനി ഒരു കപ്പൽ കമ്പനിയാണ്. സ്വദേശി സ്റ്റീം നാവിഗേഷൻ കമ്പനി സ്ഥാപിച്ചതാരും ചോദിച്ചാൽ VO ചിദംബരൻ പിള്ളയാണ്. അതൊരു കപ്പൽ കമ്പനിയാണ്. അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തെ വിശേഷിപ്പിക്കാറുണ്ട് കപ്പലോട്ടിയ തമിഴൻ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ആരും ചോദിച്ചാൽ സ്വദേശി സ്റ്റീം നാവിഗേഷൻ കമ്പനി സ്ഥാപിച്ച VO ചിദംബരം പിള്ളയാണ്. അതുപോലെ ഇന്ത്യയിലെ മേജർ തുറമുഖങ്ങളിൽ ഒന്നാണ് തൂത്തുക്കുടി തുറമുഖം, തമിഴ്നാട്ടിലെ തൂത്തുക്കുടി തുറമുഖം. ആ തൂത്തുക്കുടി തുറമുഖം ആരുടെ പേരിലാണ് അറിയപ്പെടുന്നത് എന്ന് ചോദിച്ചാലും ഈ ദേശാഭിമാനിയുടെ പേരിലാണ്, VO ചിദംബരം പിള്ള. അപ്പൊ തമിഴ്നാട്ടിലെ തൂത്തുക്കുടി തുറമുഖം ആരുടെ പേരിൽ അറിയപ്പെടുന്നു? VO ചിദംബരം പിള്ള. അപ്പോൾ ചിദംബരം പിള്ള വേറെയാണ്, അതുപോലെ തന്നെ ചെമ്പകരാമൻ പിള്ള വേറെയാണ്. ആ വ്യത്യാസം ഒന്ന് മനസ്സിലാക്കി വയ്ക്കുക. ഇനി അത് കഴിഞ്ഞിട്ട് 1935 വരാം. 1935 കാര്യം വരുമ്പോൾ നമുക്ക് അറിയാവുന്ന കാര്യമാണ്, പ്രധാനപ്പെട്ട ഒരു ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട്. 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് അല്ലെ. 1909 കൗൺസിൽസ് ആക്ടിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. 1919 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് അഥവാ മൊണ്ടേഗു ചെംസ്ഫോർഡ് ഭരണപരിഷ്കാരങ്ങളെ കുറിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട്. അതുപോലെ പ്രധാനപ്പെട്ട ഒരു ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ആണ് 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട്. ആ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിനെ ഇങ്ങനെ വിശേഷിപ്പിക്കാറുണ്ട്, ഇന്ത്യൻ ഭരണഘടനയുടെ ബ്ലൂ പ്രിന്റ്, ഇന്ത്യൻ ഭരണഘടനയുടെ നട്ടെല്ല് എന്നൊക്കെ വിശേഷിപ്പിക്കപ്പെടുന്ന ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് എന്ന് ചോദിച്ചാൽ 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ആണ്. എങ്ങനെ പറഞ്ഞു? ഇന്ത്യൻ ഭരണഘടനയുടെ ബ്ലൂ പ്രിന്റ്, ഇന്ത്യൻ ഭരണഘടനയുടെ നട്ടെല്ല് എന്നൊക്കെ വിശേഷിപ്പിക്കപ്പെടുന്ന
ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ആണ് 935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട്, അല്ലെ? ഇന്ത്യൻ ഭരണഘടനയെ സ്വാധീനിച്ച ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷെ ഇന്ത്യൻ ഭരണഘടനയെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച ബ്രിട്ടീഷ് നിയമം ഏത് എന്ന് ചോദിച്ചാൽ 935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ആണ്. ഇന്ത്യൻ ഭരണഘടനയെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച ബ്രിട്ടീഷ് നിയമം ഏതെന്ന് ചോദിച്ചാൽ 935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ആണ്. ഇന്ത്യൻ ഭരണഘടനയെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച ഭരണഘടന ഏതെന്ന് ചോദിച്ചാൽ അത് ബ്രിട്ടീഷ് ഭരണഘടനയാണ്. നിയമം ഏതെന്ന് ചോദിച്ചാൽ അത് 935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ആണ്. ഇന്ത്യക്ക് വേണ്ടിയിട്ട് ബ്രിട്ടീഷ് പാർലമെന്റ് പാസാക്കിയ ഏറ്റവും നീളമേറിയ ദൈർഘ്യമേറിയ നിയമം ഏതെന്ന് ചോദിച്ചാലും 935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ആണ്. ഇന്ത്യക്ക് വേണ്ടിയിട്ട് ബ്രിട്ടീഷ് പാർലമെന്റ് പാസാക്കിയ ഏറ്റവും ദൈർഘ്യമേറിയ നിയമം ഏതെന്ന് ചോദിച്ചാലും 935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ആണ്. ആ 935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ഇന്ത്യയിൽ ആദ്യമായിട്ട് ദ്വിഭരണം കൊണ്ടുവരുന്നു. ഇന്ത്യയിൽ ആദ്യമായി ദ്വിഭരണം കൊണ്ടുവരുന്നത് എവിടെയാണ്? അത് കേന്ദ്രത്തിലാണ്, അല്ലെ? നമുക്കറിയാം പ്രവിശ്യകളിൽ ആദ്യമായി ദ്വിഭരണം കൊണ്ടുവരുന്നത് 1919 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ആണ്. ഇവിടെ ഇപ്പോ കേന്ദ്ര തലത്തിൽ പ്രവിശ്യയുണ്ട്, കേന്ദ്രമുണ്ട്, അല്ലെ? ആ കേന്ദ്രത്തിൽ ആദ്യമായിട്ട് ഡയാർക്കി ദ്വിഭരണം കൊണ്ടുവരുന്നത് ഏത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരമാണ്? 935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരമാണ്. 1919 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരം പ്രവിശ്യകളിൽ ദ്വിഭരണം കൊണ്ടുവന്നു. പക്ഷെ 935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരം അതിന് കുറച്ച് മാറ്റമുണ്ടായി, കുറച്ചുകൂടി പുരോഗമനമുണ്ടായി. പ്രവിശ്യകളിൽ സ്വയം ഭരണം കൊണ്ടുവന്നു. നമ്മൾ നേരത്തെ മനസ്സിലാക്കിയിട്ടുള്ള കാര്യമാണ്. സൈമൺ കമ്മീഷൻ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നതും അങ്ങനെയാണ്. പ്രവിശ്യകളിൽ ദ്വിഭരണം അവസാനിപ്പിച്ച് എന്ത് കൊണ്ടുവരണം? സ്വയം ഭരണം കൊണ്ടുവരണം. വട്ടമേശ സമ്മേളനങ്ങൾ നടന്നു, 1, 2, 3. ആ വട്ടമേശ സമ്മേളനങ്ങളിലെ ഒരു റെക്കമെൻഡേഷൻ ആണ് എന്ത് കൊണ്ടുവരണം? പ്രവിശ്യകളിൽ സ്വയം ഭരണം കൊണ്ടുവരണം. അപ്പൊ അതിനു വേണ്ടിയിട്ടുണ്ടാക്കിയ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ആണ് 935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് പ്രധാനമായിട്ടും. അപ്പൊ പ്രവിശ്യകളിൽ ദ്വിഭരണം അവസാനിപ്പിച്ചുകൊണ്ട് സ്വയം ഭരണം കൊണ്ടുവരികയും കേന്ദ്രത്തിൽ ഏത് കൊണ്ടുവരികയും ചെയ്തു? ദ്വിഭരണം കൊണ്ടുവരികയും ചെയ്തു. ഇന്ത്യക്കാർക്ക് കൂടി ഭരിക്കാനുള്ള സൗകര്യം ഉണ്ടാക്കുന്ന വിധത്തിൽ ദ്വിഭരണം കൊണ്ടുവരികയും ചെയ്തു. ഏത്? 935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട്. മാറിപ്പോകാതെ നോക്കണം. പ്രവിശ്യകളിൽ ദ്വിഭരണം കൊണ്ടുവന്നത്, കേന്ദ്രത്തിൽ ദ്വിഭരണം കൊണ്ടുവന്നത്. പ്രവിശ്യകളിൽ സ്വയം ഭരണം കൊണ്ടുവന്നത്. സ്വയം ഭരണം കുറച്ചുകൂടി ഉദാത്തമാണ്, ദ്വിഭരണത്തെക്കാൾ കുറച്ചുകൂടി മേലെയാണ് സ്വയം ഭരണം. അത് കൊണ്ടുവരുന്നത് ഏത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരമാണ്? 935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരമാണ്. 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് വരുമ്പോ ഇന്ത്യയിലെ ദേശീയ നേതാക്കൾ പ്രതീക്ഷിക്കുന്ന എന്താണ്? കേന്ദ്രത്തിലും സ്വയം ഭരണം കിട്ടുമെന്നാണ്. പക്ഷെ അവരെന്ത് ചെയ്തു? പ്രവിശ്യകളിൽ സ്വയം ഭരണം കൊടുത്തു. അതുപോലെ കേന്ദ്രത്തിൽ സ്വയം ഭരണം കൊടുത്തോ? ഇല്ല. പകരം അവിടെ എന്ത് കൊണ്ടുവന്നു? ദ്വിഭരണം കൊണ്ടുവന്നു. അപ്പൊ അതൊന്ന് മനസ്സിലാക്കി വെക്കുക. പിന്നെ അത് കഴിഞ്ഞിട്ട് 935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിന്റെ ഏറ്റവും വലിയ സവിശേഷതയാണ് ഇന്ത്യയിലെ ഫെഡറലിസം കൊണ്ടുവന്നു. ഫെഡറലിസം എന്ന് പറയുമ്പോൾ കേന്ദ്രം അതുപോലെ തന്നെ സംസ്ഥാനം എന്ന് കാണുന്ന ഈ രീതിയിലുള്ള ഒരു സംവിധാനം, ഇന്നത്തെ രീതിയിലുള്ള ഒരു സംവിധാനത്തിലോട്ട് ഇന്ത്യയെ കൊണ്ടുവരുന്നത് 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരമാണ്. അപ്പോൾ ഫെഡറലിസത്തിന് കാരണമായ, ഇന്ത്യൻ ഫെഡറലിസത്തിന് കാരണമായ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ആണ്. ഫെഡറലിസം എന്ന് പറയുന്ന ആശയത്തിലോട്ട് വന്നു. അതിനകത്തുള്ള കൂടുതൽ കാര്യങ്ങൾ നമ്മൾ കടമെടുത്തിരിക്കുന്നത് കനേഡിയൻ ഭരണഘടനയിൽ നിന്നാണ്. അതിനകത്തുള്ള കൂടുതൽ കാര്യങ്ങൾ നമ്മൾ കടമെടുത്തിരിക്കുന്നത് കനേഡിയൻ ഭരണഘടനയിൽ നിന്നാണ്. പക്ഷേ 935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ആണ് ഇന്ത്യൻ ഫെഡറലിസത്തിന് കാരണമായത്. അതേസമയം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു ബൈകാമറൽ ലെജിസ്ലേച്ചർ. ബൈകാമറൽ ലെജിസ്ലേച്ചർ ഇന്ത്യക്ക് പരിചയപ്പെടുത്തുന്നത് 1919 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ആണെന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. ഈ രണ്ട് നിയമങ്ങളും പരസ്പരം എന്ത് ചെയ്യാൻ നിങ്ങൾ കമ്പയർ ചെയ്ത് പഠിക്കുക. അപ്പോൾ ഫെഡറലിസം കൊണ്ടുവന്നു. അപ്പോൾ ഫെഡറലിസം കൊണ്ടുവരുമ്പോൾ ഇനി ഭരണ വിഷയങ്ങളെ വ്യക്തമായിട്ട് എന്ത് ചെയ്യണം? തരംതിരിക്കണം. കേന്ദ്രത്തിന്റെ അധികാരങ്ങൾ ഏതൊക്കെയാണ്? സംസ്ഥാനത്തിന്റെ അധികാരങ്ങൾ ഏതൊക്കെയാണ്? കേന്ദ്രത്തിന്റെയും സംസ്ഥാനത്തിന്റെയും പൊതുവിലുള്ള അധികാരങ്ങൾ ഏതൊക്കെയാണ്? അതിലൊന്നിലും വരാത്ത അധികാരങ്ങൾ എങ്ങനെയായിരിക്കുക കൈകാര്യം ചെയ്യുന്നത്? അപ്പൊ അതുമായി ബന്ധപ്പെട്ട് വിവിധ ലിസ്റ്റുകൾ ഉണ്ടായി. അപ്പൊ ഫെഡറൽ ലിസ്റ്റ്, ഇന്ന് നമ്മൾ യൂണിയൻ ലിസ്റ്റ് എന്ന് പറയുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് പ്രൊവിൻഷ്യൽ ലിസ്റ്റ്, ഇന്ന് നമ്മൾ സ്റ്റേറ്റ് ലിസ്റ്റ് എന്ന് പറയുന്നത്. പിന്നെ കൺകറന്റ് ലിസ്റ്റ്, രണ്ടു കൂട്ടർക്ക് ഒരുപോലെ അധികാരമുള്ളത്. പിന്നെ അതിന് പുറമെ വേറെ
പറയുണ്ടല്ലോ ശിഷ്ട അധികാരങ്ങൾ, റെസിഡുവൽ പവർ, അതിനെക്കുറിച്ചൊക്കെ വ്യക്തത വരുത്തിയ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട്, ഈ ഫെഡറലിസം പരിചയപ്പെടുത്തിയ 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ആണെന്ന് മനസ്സിലാക്കി വെക്കുക. ഞാൻ പറഞ്ഞു ഇന്ത്യൻ ദേശീയ നേതാക്കൾക്കൊക്കെ ഒരുപാട് പ്രതീക്ഷയായിരുന്നു, കേന്ദ്രത്തിൽ സ്വയം ഭരണമൊക്കെ വരുമെന്നൊക്കെയാണ് പ്രതീക്ഷിച്ചത്. പക്ഷേ 1919 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് പോലെ തന്നെ 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടും ഇന്ത്യൻ ദേശീയ നേതാക്കളെ നിരാശപ്പെടുത്തി. ആ നിരാശ നെഹ്റു പ്രതിഫലിപ്പിച്ചത് ഇങ്ങനെയാണ്: ശക്തമായ ബ്രേക്കുള്ള എന്നാൽ എഞ്ചിൻ ഇല്ലാത്ത നിയമം. ശക്തമായ ബ്രേക്കുള്ള, ഒരുപാട് നിയന്ത്രണങ്ങളുണ്ട്, ഇന്ത്യക്കാരിൽ ഒരുപാട് നിയന്ത്രണങ്ങളുണ്ട്, എന്നാൽ എഞ്ചിൻ ഇല്ലാത്ത, ഉള്ളില്ലാത്ത നിയമം. ശക്തമായ ബ്രേക്കുള്ളതും എഞ്ചിൻ ഇല്ലാത്തതും നിയമം എന്ന് 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിനെ വിശേഷിപ്പിച്ചത് ആരെന്ന് ചോദിച്ചാൽ ആരാണ്? അത് നെഹ്റുവാണ്. 1935 അല്ലെ, 1935 കാര്യമാണ് പറയുന്നത്. നമുക്കറിയാവുന്ന കാര്യമാണ്. 1935 റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ സ്ഥാപിക്കപ്പെടുന്നത് അല്ലെ. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ സ്ഥാപിക്കപ്പെടുന്നത് 1935 മനസ്സിലാക്കി വെക്കണം. 1934 റിസർവ് ബാങ്ക് ആക്ട് അനുസരിച്ചാണ് 1935 റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ സ്ഥാപിക്കപ്പെടുന്നത്. മുമ്പ് പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യമാണ്, പ്രസ്താവന രീതികളിൽ അകത്ത് വന്ന ഒരു പോയിന്റ് ആണ്. മുമ്പും ക്ലാസ്സുകളിൽ ഞാൻ ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, വീണ്ടും ആവർത്തിക്കുന്നു. 1935 റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ സ്ഥാപിക്കപ്പെടുന്നത്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ സ്ഥാപിക്കപ്പെടുന്നത് 1934 റിസർവ് ബാങ്ക് ആക്ട് അനുസരിച്ചാണ്. ഇനി മനസ്സിലാക്കേണ്ട ഒരു കാര്യം, 935 റിസർവ് ബാങ്ക് സ്ഥാപിക്കുന്നത് കൊൽക്കത്തയിലാണ്. 935 റിസർവ് ബാങ്ക് സ്ഥാപിക്കുന്നത് കൊൽക്കത്തയിലാണ്. 937 മുതലാണ് റിസർവ് ബാങ്കിന്റെ ആസ്ഥാനം എവിടെയാകുന്നത്? ബോംബെ ആകുന്നത്. റിസർവ് ബാങ്കിന്റെ ആസ്ഥാനം ഏതെന്ന് ചോദിക്കുമ്പോൾ നമ്മൾ ബോംബെ എന്നാണ് പറയുന്നത്. പക്ഷേ റിസർവ് ബാങ്ക് സ്ഥാപിക്കപ്പെടുമ്പോൾ അത് സ്ഥാപിക്കപ്പെട്ടത് എവിടെയാണ്? അത് 35 കൊൽക്കത്തയിലാണ് സ്ഥാപിച്ചത്. 37 മുതലാണ് മുംബൈയിൽ അതിന് ആസ്ഥാനമാകുന്നത്, സ്ഥിരമായുള്ള ആസ്ഥാനമാകുന്നത് 37 മുതലാണ്. ഇനി അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്, 949 റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ത് ചെയ്യുന്നത്? ദേശസാൽക്കരിക്കുന്നത്. റിസർവ് ബാങ്ക് ദേശസാൽക്കരിക്കുന്നത് 949 എന്നും നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. റിസർവ് ബാങ്കിന്റെ ആദ്യത്തെ ഗവർണറെ കുറിച്ച് നിങ്ങൾക്ക് അറിയാം, അല്ലെങ്കിൽ ഇനി വരുന്ന ക്ലാസ്സുകളിൽ നമ്മൾ പഠിക്കും. റിസർവ് ബാങ്കിന്റെ ആദ്യത്തെ ഗവർണറാണ് ഓസ്ബോൺ അർക്കൽ സ്മിത്ത്, OS സ്മിത്ത്. ഓസ്ബോൺ അർക്കൽ സ്മിത്ത് ആണ് റിസർവ് ബാങ്കിന്റെ ആദ്യത്തെ ഗവർണർ. അതേസമയം റിസർവ് ബാങ്കിന്റെ ഗവർണർ ആകുന്ന ആദ്യ ഇന്ത്യക്കാരൻ, അത് നിങ്ങൾക്ക് നല്ല പരിചയമുള്ള ഒരു പേരാണ്, CD ദേശ്മുഖ്. 1943 എന്റെ ഓർമ്മ. 1943 റിസർവ് ബാങ്കിന്റെ ഗവർണർ ആകുന്ന ആദ്യ ഇന്ത്യക്കാരനാണ് CD ദേശ്മുഖ് എന്നുള്ള കാര്യം കൂടി അവിടെ മനസ്സിലാക്കി വെക്കുക. ഇനി അത് കഴിഞ്ഞിട്ട് 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിന്റെ അടിസ്ഥാനത്തിൽ 1937 ഇന്ത്യയിൽ നിന്ന് വേർപെടുത്തപ്പെട്ട ഭൂപ്രദേശം ഏത്? പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. അതാണ് ബർമ്മ. അത് പരീക്ഷയ്ക്ക് വേറെ രീതിയിൽ ചോദിച്ചിട്ടുണ്ട്. ബർമ്മ ഇന്ത്യയിൽ നിന്ന് വേർപെടുത്തിയത് ഏത് വർഷമാണ്? 1937. ശരിക്കും പറഞ്ഞാൽ ആ വിഭജനത്തിന് കാരണമായത് എന്താണ്? 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ആണ്. 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിന്റെ അടിസ്ഥാനത്തിൽ 1937 ഏത് വേർപെടുത്തി? ബർമ്മ ഇന്ത്യയിൽ നിന്ന് വേർപെടുത്തി എന്നുള്ള കാര്യം കൂടി അവിടെ കൂട്ടിച്ചേർത്ത് മനസ്സിലാക്കി വെക്കുക. 1937 കാര്യം പറയുമ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഒരു സമ്മേളനം കൂടി ഓർത്തു വെക്കണം. 1937 ഫെയ്സ്പൂർ സമ്മേളനം. 1937 ഫെയ്സ്പൂർ സമ്മേളനത്തിന് പലതുകൊണ്ടും ഒരുപാട് പ്രാധാന്യമുണ്ട്. ആദ്യമായിട്ടാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഒരു സമ്മേളനം ഒരു ഗ്രാമത്തിൽ വെച്ച് നടക്കുന്നത്. ഇതിനു മുമ്പ് നടന്ന സമ്മേളനങ്ങളൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. കൽക്കട്ട, മദ്രാസ്, ബോംബെ, ലാഹോർ പോലുള്ള പ്രധാനപ്പെട്ട പട്ടണങ്ങളിൽ വെച്ചാണ് നടക്കുന്നത്. ആദ്യമായിട്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഒരു സമ്മേളനം ഒരു ഗ്രാമത്തിൽ വെച്ച് നടന്നു. ഏത് സമ്മേളനം? 1937 ഫെയ്സ്പൂർ സമ്മേളനം. ഫെയ്സ്പൂർ എന്ന് പറയുന്ന ഗ്രാമം മഹാരാഷ്ട്രയിലാണ്. മഹാരാഷ്ട്രയിലെ ഫെയ്സ്പൂർ സമ്മേളനം
937 ഫേസ് 4 സമ്മേളനം നടക്കുമ്പോൾ അതിന്റെ അധ്യക്ഷൻ എന്ന് പറയുന്നത് ജവഹർലാൽ നെഹ്റുവാണ്. 937 ഫേസ് 4 സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ജവഹർലാൽ നെഹ്റുവാണ്. അതിന് തൊട്ടു മുമ്പ് അത് ലക്നൌവിൽ വെച്ചിട്ടാണ് സമ്മേളനം നടന്നത്. 936 ലക്നൗ സമ്മേളനം. 936 ലക്നൗ സമ്മേളനത്തിലും അധ്യക്ഷൻ ജവഹർലാൽ നെഹ്റു ആയിരുന്നു. 937 ഫേസ് 4 സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ജവഹർലാൽ നെഹ്റുവാണ്. ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കാനുള്ളത്, ഇന്ത്യക്ക് ഒരു ഭരണഘടനാ നിർമ്മാണ സമിതി എന്നുള്ള ആവശ്യം കോൺഗ്രസ് ഔദ്യോഗികമായിട്ട് ആവശ്യപ്പെടുന്ന സമ്മേളനങ്ങളാണ് 1936 ലക്നൗ സമ്മേളനവും 1937 ഫേസ് 4 സമ്മേളനവും. അപ്പോൾ ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സമിതി എന്നുള്ള ആവശ്യം കോൺഗ്രസ് ഔദ്യോഗികമായിട്ട് അതിന്റെ സമ്മേളനത്തിൽ ആവശ്യപ്പെടുന്നത് 36 ലക്നൗ സമ്മേളനത്തിലും 37 ഫേസ് 4 സമ്മേളനത്തിലാണ് എന്ന് മനസ്സിലാക്കി വെക്കുക. കൂടുതൽ കാര്യങ്ങൾ ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സമിതി എന്നുള്ള ടോപ്പിക്കിനകത്ത് വിശദമായിട്ട് നമ്മൾ സംസാരിക്കും. അപ്പോൾ ഈ ഭാഗത്ത് തൽക്കാലം ഈ കാര്യം അറിഞ്ഞു വെക്കുക. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ 932 ഹരിജൻ സേവക് സംഘിൽ നിന്നാണ് തുടങ്ങിയത്. 937 ഫേസ് 4 സമ്മേളനത്തെ കാര്യം പറഞ്ഞ് ഈ ക്ലാസ് അവസാനിപ്പിക്കുന്നു. കൂടുതൽ കാര്യങ്ങൾ വരുന്ന ക്ലാസ്സുകളിൽ നമുക്ക് പഠിക്കാം. ഈ ക്ലാസ് ഇവിടെ അവസാനിക്കുന്നു. എല്ലാവർക്കും നല്ലത് വരട്ടെ. നന്ദി.